ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്ന് നമുക്ക് സുഖിയൻ ഉണ്ടാക്കിയാലോ. ഒപ്പരം സുഖിയൻ്റെ ഒരു ചെറിയ കഥയും. കഥ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ്. എത്ര പേർക്കൊക്കെ സുഖിയൻ ഇഷ്ടമാണ്. ആദ്യം ചെറുപയർ വേവിക്കാൻ വെക്കുക. വെന്തു കഴിഞ്ഞാൽ ശർക്കര പാനിയാക്കി അതിൽ ചെറുപയർ ഇടുക. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. സുഖിയൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോണ്ട എന്ന്. അങ്ങനെ നമ്മൾ എവിടെ പോയാലും ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുക ബോണ്ടയാണ്. അല്ലെങ്കിൽ വീട്ടിൽ സ്നാക്സായി ഉണ്ടാക്കുകയും ബോണ്ട തന്നെയാണ്. പക്ഷെങ്കിൽ ഉമ്മ പറഞ്ഞു പോയതാണ് എനിക്കിഷ്ടമാണ് ബോണ്ടയെന്ന്. ബോണ്ടയല്ല ഉമ്മാക്ക് ഇഷ്ടം, ഉമ്മാക്ക് സുഖിയനാണ്, മാറിപ്പോയതാണ്. അങ്ങനെ ഉമ്മാക്ക് ബോണ്ട കണ്ടുകൂടാണ്ടായി, ഇഷ്ടമേ അല്ലാതായി. ഇനി നമുക്ക് സുഖിയനിലേക്ക് വരാം. സുഖിയൻ ഇവിടെ കഥ പറയുമ്പോഴേക്കും ആയി കയ്യാറായി. അങ്ങനെ വെന്ത സുഖിയൻ ശർക്കരപ്പാനിയിലിട്ട് അതിനുശേഷം കുറച്ച് തേങ്ങയും കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇവിടെ മാവ് കലക്കാം. മൈദപ്പൊടി, ഉപ്പ്, വെള്ളം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം പിന്നീട് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ചൂടാറിയ ചെറുപയർ മിക്സ് ബോൾസ് ആക്കി എടുക്കുക. എത്ര ബോൾസ് ആണോ ആവുന്നത്, ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണമാക്കി ഈ മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ആദ്യം ഞാൻ മാവ് കലക്കിയപ്പോൾ ലൂസായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് പിന്നീട് കലക്കിയപ്പോൾ അത് കറക്റ്റായി. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടമുള്ള സുഖിയൻ ആക്കാൻ തുടങ്ങി. ഇനി ഉമ്മാക്ക് സുഖിയനോടുള്ള താല്പര്യവും ഇല്ലാതാവുകയായിരിക്കും. ഇനി എവിടെ പോയാലും നമ്മൾ സുഖിയനായിരിക്കും വാങ്ങിക്കൊടുക്കുക. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കഥ? പിന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കില്ലേ സുഖിയൻ? ഓക്കെ, ബൈ ബൈ.